മൃദംഗനാഥം 2024 എന്ന ഒഫീഷ്യൽ ഗിന്നസ് അറ്റംപ്റ്റിലേക്ക് കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം. നിന്നെ ഒരു വഴിക്കാക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ. ഗിന്നസ് റെക്കോർഡിനായി കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയത് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പുലിവാല പിടിച്ചിട്ടില്ല. ഇന്നലെ 12,000-ഓളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത്. ഈ സ്ഥാപനത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സാരിയുടെ വില 390 രൂപയാണ് കല്യാൺ സിൽക്സ് ഈടാക്കിയത്. സത്യമാണെന്നാണ് പറയല്ല. പണം പിടിച്ചു. എത്ര പേരാണ് പങ്കെടുത്തത്? 12,000 പേരെന്ന് കണക്കുകൂട്ടി 11,500 പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത്. ഉണ്ണിച്ചായനെല്ലാം അറിഞ്ഞല്ലേ? എല്ലാം അറിയാം. ഇന്നിപ്പോ എനിക്കത് കിട്ടി. ക്ലിയർ എവിഡൻസ്. 12,500ഓളം സാരികൾ കല്യാൺ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നെയ്ത് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നിന്റെ വഴി അല്പം വളഞ്ഞുപോയി. നീ കാണിച്ച് വിവരക്കേടാ. ശ്രദ്ധിക്കൂ, 390 രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി 1,600 രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത്. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാണ് നീ വന്നത്? അവരോടൊപ്പം ഇതിപ്പോ എന്തോ ഇതിന്റെ ബെനിഫിറ്റ് ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ്. ഈ കട്ട് തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത്? പങ്കെടുത്തവരുടെ എണ്ണം 11,600. നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. കല്യാൺ സിൽസ് 390 രൂപയ്ക്ക് കൊടുത്ത സാരി 1,600 രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് 1,40,36,000 രൂപ. ഇതിൽ ദിവ്യ ഉണ്ണിക്ക് ചിലപ്പോ പൈസ കിട്ടി കാണും, കാരണം ആ കുട്ടി ബ്രാൻഡ് അംബാസഡർ. എല്ലാം കൈവിട്ടു പോവല്ലേ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ. എന്ത് തോന്നിയ കാണിക്കണത്? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? സംഭവം മഹാഭരതനാട്യമാണോ മഹാകൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും. ഓരോരോ തട്ടിപ്പുകൾ. മാത്രമല്ല ദിവ്യ ഉണ്ണി അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഭയങ്കര അരോചകപരമായിട്ടൊരു കാര്യം ഞാൻ പറയാണ്. ഒരു 600-500 മീറ്റർ അപ്പുറമാണ് ബാക്കി കളിക്കുന്ന കുട്ടികൾ. ഇവർക്കെന്താ അവരുടെ കൂടെ കളിച്ചൂടെ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. കലൂർ സ്റ്റേഡിയത്തിൽ അന്വേഷണ സംഘം മൊഴിയെടുക്കാനിരിക്കെ നൃത്ത പരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക്. മൊഴി രേഖപ്പെടുത്തും മുൻപേ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. പോലീസിനോട് നീ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. ഞാൻ പോകുന്നു. ബൈ ബൈ.